Hi friends, welcome back to my channel Physica class. അപ്പോൾ യൂണിറ്റ് 2 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് കേട്ടോ ഇത്. തുടങ്ങാം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി പീരീഡ് ഓഫ് ഓക്സിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം മെഷർഡ് ബൈ എ ബോബ് ബിബി 2.63 സെക്കൻഡ്, 2.56 സെക്കൻഡ്, 2.42 second, 2.71 second and 2.80 second. Calculate the absolute error, relative error and percentage. സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരീഡ് ഓഫ് ഓക്സിലേഷൻ, അതായത് നമ്മളിപ്പോൾ ഒരു പറഞ്ഞു നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ റാൻഡം എററുകൾ സംഭവിക്കാം, അതായത് കറക്റ്റ് വാല്യൂ കിട്ടാതെ വരാം. അതുകൊണ്ട് നമ്മൾ സെയിം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്തു ഒന്നിലധികം റീഡിങ്സ് എടുത്തുകൊണ്ടാണ് അതിൽ റാൻഡം എററിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. ഒന്നിലധികം റീഡിങ്സിൻ്റെ ആവറേജ് വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ട്രൂ വാല്യൂ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് അബ്സലൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ എങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുക, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയതിന് ശേഷം ആൻസർ നോക്കിയാലും മതി. ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒപ്പം നമുക്ക് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ട്രൂ വാല്യൂ കാണണം. ഓക്കെ, അപ്പോൾ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? എ ബാർ. എ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് എടുക്കുക. ഇത്രയും റീഡിങ്സിൻ്റെ ആവറേജ് എടുക്കുക. എങ്ങനെ ആവറേജ് എടുക്കണ്ടേ? ഇത്രയും റീഡിങ്സ് ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ എത്ര വരും? എത്ര റീഡിങ്സ് ഉണ്ട് മൊത്തം? 1 2 3 4 5 റീഡിങ്സ് ഉണ്ട് അല്ലേ? സോ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2.63 പ്ലസ് 2.56 പ്ലസ് 2.42 പ്ലസ് 2.71 plus 2.80 all divided by 5. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ റീഡിങ്സും നമ്മൾ ആഡ് ചെയ്ത് എത്ര റീഡിങ്സ് ഉണ്ടോ? 5 റീഡിംഗ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആൻസർ എന്ത് വരും? ആൻസർ ഈസ് 2.624 വരും. 2.624. അപ്പോൾ ട്രൂ വാല്യൂ നമുക്ക് കിട്ടിയില്ല. എ ബാർ എന്ന് പറയുന്നത് 2.624 എന്നുള്ളത് കിട്ടി. ഇനി അടുത്തത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അബ്സലൂട്ട് എററാണ്. അബ്സലൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കുക? ഓരോ റീഡിങ്ങിലെ അബ്സലൂട്ട് എറർ കണ്ടുപിടിക്കുക. അബ്സലൂട്ട് എറർ എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക? ഡെൽറ്റ A1. അപ്പോൾ A1 അതായത് ആദ്യത്തെ A1 എന്ന് പറയുന്നത് ഏതാണ്? ഇത് ആദ്യത്തെ റീഡിംഗ് ആണ് A1, ഇത് A2, A3, അങ്ങനെയാണ് റീഡിങ്സുകൾ പോകുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഡെൽറ്റ A1 കണ്ടുപിടിക്കാം. അബ്സലൂട്ട് എറർ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ്? എ ബാർ മൈനസ് A1 ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതായത് പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ എ ബാർ എന്ന് പറയുന്ന ട്രൂ വാല്യൂ എത്രയാണ്? 2.624 ആണ്. ശരിയല്ലേ? 2.624 ആണ് ട്രൂ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ വാല്യൂവിനും ഓരോ റീഡിങ്ങിനെയും നമ്മൾ ഈ 2.624 നിന്ന് മൈനസ് ചെയ്യണം. ഫസ്റ്റ് റീഡിങ് എത്രയാണ്? 2.63 ആണ്. എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം. ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് -0.01 ആണ്. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ മീൻസ് അതിൻ്റെ പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.01 ആണ്. ഇതേപോലെ ഡെൽറ്റ A2, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബാർ മൈനസ് A2. ഇതിലെ A2 എന്ന് വെച്ചാൽ എന്താണ്? 2.56. പെഗയും നമ്മൾ ഇതേ പ്രൊസീജിയർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. 2.624 മൈനസ് 2.56 വന്നു. ഓക്കെ, അത് മൈനസ് ചെയ്യുന്നു. മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ നമുക്ക് 0.06 വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ ഇതേപോലെ ഞാൻ ഓരോ റീഡിങ്ങും ചെയ്യുന്നില്ല. ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5 വരെ കണ്ടുപിടിക്കുന്നു. 5 റീഡിങ്ങിലെയും അബ്സലൂട്ട് എററുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ ഡെൽറ്റ A3 എന്ത് വരും? 2.04. ഡെൽറ്റ A4 എന്ത് വരും? 0.0
0.9. നിങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ടല്ലോ. അപ്പം ഡെൽറ്റ A5 എന്ത് വരും? 0.18. ഇവിടെയൊക്കെ നെഗറ്റീവ് വാല്യൂസ് വരും, പക്ഷെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എടുക്കുന്നത് കൊണ്ട് പോസിറ്റീവ് വാല്യൂസ് മാത്രം കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ റീഡിങ്ങിലെ അബ്സല്യൂട്ട് എറർ കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? മീൻ അബ്സല്യൂട്ട് എറർ. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മീൻ അബ്സല്യൂട്ട് എറർ. അപ്പം മീൻ അബ്സല്യൂട്ട് എററിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മീൻ എന്ന് വെച്ചാൽ എന്താണ്? ഏവറേജ് അല്ലേ? ഓർക്കുന്നുണ്ടോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ചെയ്തത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എല്ലാ അബ്സല്യൂട്ട് എററുകളുടെയും ആഡ് ചെയ്ത് അതിൻ്റെ ഏവറേജ് കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് ഡെൽറ്റ A1, ഡെൽറ്റ A2, ഡെൽറ്റ A3, ഡെൽറ്റ A4, ഡെൽറ്റ A5 ഇതെല്ലാം ആഡ് ചെയ്ത് അതിൻ്റെ ഏവറേജ് കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് എന്താണ്? 0.01 പ്ലസ് 0.06 പ്ലസ് 2.04 പ്ലസ് 0.09 പ്ലസ് 0.18 ഓൾ ഡിവൈഡഡ് ബൈ 5. അത് ചെയ്യുമ്പോൾ നമുക്ക് മീൻ അബ്സല്യൂട്ട് എറർ ദാറ്റ് മീൻസ് ഡെൽറ്റ A ബാർ എത്രയാണെന്നുള്ളത് കിട്ടും. എത്രയാണ് വരിക? നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളത് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നതാണ് ചെയ്യേണ്ട രീതി. ഒന്നും കൂടിയും പറയാം. എങ്ങനെയാണ് മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കേണ്ടത്? ഇതിൻ്റെ ആവറേജ് എടുത്താൽ മതി ഓരോ അബ്സല്യൂട്ട് എററിൻ്റെയും. ദാറ്റ് മീൻസ് 0.01 ഒപ്പം എഴുതിക്കോളൂ, പ്ലസ് 0.06 പ്ലസ് 2.04 പ്ലസ് 0.09 പ്ലസ് 0.18 ഓൾ ഡിവൈഡ് ബൈ 5. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 0.108. മീൻ അബ്സല്യൂട്ട് എറർ 0.108 എന്നുള്ളത് നമുക്ക് കിട്ടി. നെക്സ്റ്റ് വൺ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നെക്സ്റ്റ് വൺ നമ്മൾ ചെയ്യേണ്ടതാണ് റിലേറ്റീവ് എറർ. അപ്പോൾ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യുക? റിലേറ്റീവ് എറർ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ A ബാർ ഡിവൈഡഡ് ബൈ ദി ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഡെൽറ്റ A ബാർ ഡിവൈഡഡ് ബൈ ദ A ബാർ ദാറ്റ് മീൻസ് ട്രൂ വാല്യൂ. ഡെൽറ്റ A ബാർ എത്രയാണ് നമുക്ക് കിട്ടിയത്? 0.108 അല്ലേ? 0.108 ഡിവൈഡഡ് ബൈ 2.624 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.04 വരും. ഇനി ലാസ്റ്റ് വന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് എററാണ്. പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് റിലേറ്റീവ് എറർ കിട്ടിയതിനെ ഇൻറ്റു 100 ചെയ്താൽ മതി. 0.04 ഇൻറ്റു 100% ദാറ്റ് ഈസ് ഈക്വൽ ടു 4% ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, 4%. അപ്പോൾ ഇതിൽ പെർസെൻറ്റേജ് എറർ എത്രയാണ്? 4% എററാണ്. റിലേറ്റീവ് എറർ 0.04 ആണ്. അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എത്രയാണ്? മീൻ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എത്രയാണ്? 0.108 ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്തു? എല്ലാ റീഡിങ്ങും കൂട്ടി അതിൻ്റെ ആവറേജ് എടുത്തു. അപ്പോൾ നമുക്ക് ട്രൂ വാല്യൂ കിട്ടി. ഈ ട്രൂ വാല്യൂ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഓരോന്നിലെയും ഓരോ റീഡിങ്ങിലെ അബ്സല്യൂട്ട് എററുകൾ എന്താണെന്ന് കണ്ടുപിടിച്ചു. ഡെൽറ്റ A1, A2, A3, A4, A5 വരെ കണ്ടുപിടിച്ചു. എന്നിട്ട് അതിൻ്റെ മെയിൻ അബ്സല്യൂട്ട് എറർ നമ്മൾ കണ്ടുപിടിച്ചു. അതുപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? റിലേറ്റീവ് എറർ കണ്ടുപിടിച്ചു, പെർസെൻറ്റേജ് എറർ കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഇതേപോലത്തെ മറ്റൊരു 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. മറ്റൊരു ക്വസ്റ്റ്യൻ, ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് ദി വാല്യൂ ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദി ഗ്ലാസ് വാസ് ഫൗണ്ട് ടു ബി 1.54, 1.53, 1.44, 1.54, 1.56 ആൻഡ് 1.45. അപ്പോൾ എത്ര റീഡിങ്സ് ഇതിൽ വന്നു? 1, 2, 3, 4, 5, 6 റീഡിങ്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ. ദി മെയിൻ വാല്യൂ ഓഫ് ദി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, അബ്സല്യൂട്ട് എറർ, മീൻ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ്. അപ്പോൾ ഓരോ എററും നമ്മൾ കണ്ടുപിടിക്കണം. മുമ്പ് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെ? ഇല്ല. അപ്പോൾ നിങ്ങളിതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്യാം. ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ആൻസർ ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യാമല്ലോ. പെർസെൻറ്റേജ് എറർ 3% ആണ് വരിക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ കിട്ടിയത് കറക്റ്റാണോ എന്ന് നോക്കാം. ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 1.5 ദാറ്റ് മീൻസ് മീൻ വാല്യൂ. ഈ മീൻ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ട്രൂ വാല്യൂ തന്നെയാണ് അല്ലേ? A ബാർ ആണ് അല്ലേ? ദാറ്റ് മീൻസ് A ബാർ ഈക്വൽ ടു 1.51 വരും. ഓക്കെ, പെർസെൻറ്റേജ് എറർ 3% വരും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു നോക്കുക. ആൻസർ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് പറയാം കേട്ടോ. കമൻറ്റ് ചെയ്യാം. അടുത്തത്
അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ആൻ എക്സ്പെരിമെൻറ്റ് വിത്ത് എ കോമൺ ബാലൻസ് ദി മാസ് ഓഫ് എ റിംഗ് വാസ് ഫൗണ്ട് ടു ബി 2.52 gram, 2.50 gram, 2.51 gram, 2.49 gram ആൻഡ് 2.54 gram. ഇൻ സക്സസീവ് മെഷർമെൻറ്റ്സ് കാൽക്കുലേറ്റ് ദി പെർസെൻറ്റേജ് എറർ. ഇവിടെ ഒറ്റ ക്വസ്റ്റ്യനുള്ള പെർസെൻറ്റേജ് എറർ കാണാം. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് എറർ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം അതിൻ്റെ മീൻ വാല്യൂ ആയിട്ട് ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം, എ ബാറും. പിന്നെ ഓരോ റീഡിങ്ങിലെയും എന്ത് ചെയ്യണം? അബ്സലൂട്ട് എറർ കണ്ടുപിടിക്കണം. അതുപയോഗിച്ചുകൊണ്ട് മീൻ അബ്സലൂട്ട് എറർ കണ്ടുപിടിക്കണം. പിന്നെ റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് വേണം? പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണം. ലാസ്റ്റാണ് നമുക്ക് പെർസെൻറ്റേജ് എററിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്തിട്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ ഹോംവർക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻ വീണ്ടും ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ ഈ 2 നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹോംവർക്കായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണെന്ന് ഞാനൊന്ന് ഇവിടെ മെൻഷൻ ചെയ്തിടാം. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് നോക്കാം. പെർസെൻറ്റേജ് എറർ 7% ആണ് വരിക. 7% ആണ് പെർസെൻറ്റേജ് എറർ വരിക. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് ആൻസർ കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇതിൽ നമ്മളിപ്പോൾ എന്ത് കണ്ടുപിടിച്ചു? എററുകൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് കോമ്പിനേഷൻ ഓഫ് എററുകളുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. കോമ്പിനേഷൻ ഓഫ് എററുകളുടെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ്. 2 rods are of lengths 3.1610 ±0.3 cm and 1.121 ±0.1 cm. What is their combined length? ഓക്കെ. അപ്പോൾ കമ്പൈൻഡ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് ആ കമ്പൈൻഡ് ലെങ്ത്തിൽ എററും കൂടെ ഉൾപ്പെടെ നമ്മൾ എഴുതണം എന്ന് മാത്രമാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 റീഡിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇത് ഫസ്റ്റ് റീഡിങ്, ഇത് സെക്കൻഡ് റീഡിങ് അല്ലെങ്കിൽ സെക്കൻഡ് ലെങ്ത്ത്. ഓക്കെ. അല്ലെങ്കിൽ ആദ്യത്തെ റോഡിൻ്റെ ലെങ്ത്താണ് 3.161 ±0.3 cm. ഇതിൽ ഈ 3.161 എന്ന് പറയുന്നത് എന്താണ്? L1 ആണല്ലേ? ശരിയാണോ? ആദ്യത്തെ റോഡിൻ്റെ ലെങ്ത്ത്. ഡെൽറ്റ L1 എന്ന് വെച്ചാൽ എന്താണ്? ആദ്യത്തെ റോഡിൻ്റെ ലെങ്ത്തിലുള്ള എറർ. ദാറ്റ് മീൻസ് 0.31. L2 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 1.121 ആണ്. അതിലെ എറർ എന്താണ്? ഡെൽറ്റ L2 0.1 ആണ്. ഇനി ഇതിൻ്റെ കമ്പൈൻഡ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ അതിൽ എററും കൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ കമ്പൈൻഡ് ലെങ്ത്ത് എന്ന് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ L1 + L2 ആണ് അല്ലേ കമ്പൈൻഡ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ. ഓക്കെ. അപ്പോൾ ഇത് 2 മാത്രം കൂട്ടിയിട്ട് എഴുതിയാൽ പോരാ, ഇതിലൊപ്പമുള്ള എററുകളും കൂട്ടണം. അപ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ടിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻ അഡീഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എററുകളുടെ സമ്മ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും ഈ എററുകൾ തമ്മിൽ നമ്മൾ അബ്സലൂട്ട് എറർ തമ്മിൽ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കാരണം എററുകൾ ഫൈനൽ റിസൾട്ടിൽ എറർ കണ്ടുപിടിക്കാൻ സുഖമാണ്. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്യാം. ഫസ്റ്റ് L1 + L2 3.61 1.121 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.282 ± എററുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 0.3ഉം 0.41ഉം ആഡ് ചെയ്യുമ്പോൾ 0.4 cm. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ നമ്മൾ എററും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതണം എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് കമ്പൈൻഡ് ലെങ്ത്ത്. 4.282 ± 0.4 cm എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഈ മോഡൽ മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഫോളോയിങ് ലെങ്ത്ത്? 11.5 ± 1, 7.8 ± 0.1 cm. അപ്പോൾ ഇതാണ് 2 ലെങ്ത്ത്. ഇത് L1 ആണ്. L1 എന്ന് പറയുന്നത് എത്രയാണ്? 11.5. ഡെൽറ്റ L1 എന്ന് പറയുന്നത് എന്താണ്? 0.1. ഇവിടെ L2 എന്ന് പറയുന്നത് 7.8. ഡെൽറ്റ L2 എന്ന് പറയുന്നത് 0.1 cm. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കമ്പൈൻഡ് ലെങ്ത്ത് അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ എററുകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ആണോ ചെയ്യേണ്ടത്? ആണോ? കമ്പൈൻഡ് ലെങ്ത്ത് എന്ന് പറയുമ്പോൾ L1 + L2 ആണ്. ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്?
L1 മൈനസ് L2 ആണ്. ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ എററുകൾ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യുകയാണോ ചെയ്യാം? ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ L1ഉം L2ഉം തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഓക്കെ, ദാറ്റ് മീൻസ് 11.5 മൈനസ് ഇത് ചെയ്യാം. നമുക്ക് 11.5 മൈനസ് 7.8 ചെയ്തു. അപ്പോൾ നമുക്ക് ആൻസർ 3.7 കിട്ടി, പ്ലസ് ഓർ മൈനസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസ് കണ്ട സ്ഥിതിക്ക് ഈ രണ്ട് എററുകൾ തമ്മിൽ നമ്മൾ മൈനസ് ചെയ്യാണോ വേണ്ടേ? ആണോ? അല്ല. അരിത്മെറ്റിക് ഓപ്പറേഷൻ അഡീഷനോ സബ്സ്ട്രാക്ഷനോ വന്നാൽ പ്ലസോ മൈനസോ വന്നാലും എററുകൾ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഫൈനൽ റിസൾട്ട് എറർ കിട്ടാൻ നമ്മൾ ഇത് ചെയ്യണം, ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് 0.1 സെൻറ്റിമീറ്റർ 0.1 സെൻറ്റിമീറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 0.2 സെൻറ്റിമീറ്റർ എന്ന് വരും. മനസ്സിലായാലും? അഡീഷൻ ആയാലും സബ്സ്ട്രാക്ഷൻ ആയാലും ശരി, നമ്മൾ ഫൈനൽ റിസൾട്ടിലെ എററുകൾ തമ്മിൽ ആഡ് ചെയ്യാനാണ് വേണ്ടത് കേട്ടോ. ഇവിടെ നമ്മൾ ഡിഫറൻസ് കണ്ടു എന്നതിൻ്റെ പേരിൽ എററിൻ്റെയും ഡിഫറൻസ് അല്ല കാണേണ്ടത്, എറർ ആഡ് ചെയ്യാനാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ എത്രയാണ്? 3.7 പ്ലസ് ഓർ മൈനസ് 0.2 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി ഇനിഷ്യൽ ആൻഡ് ഫൈനൽ ടെമ്പറേച്ചർ ഓഫ് ലിക്വിഡ് ഇൻ എ കണ്ടെയ്നർ ആർ ഒബ്സർവ്ഡ് ടു ബി 76.3 plus or minus 0.4 degree Celsius and 67.7 plus or minus 0.3 degree Celsius. Determine the falling temperature in the liquid. Falling temperature എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഡിഫറൻസ് ആണ് കേട്ടോ. അതാണ് മീൻസ് ഈ രണ്ട് ടെമ്പറേച്ചറുകളുടെ ഡിഫറൻസ്. അപ്പോൾ 76.3യും 67.7 നമ്മൾ മൈനസ് ചെയ്യണം. പക്ഷേ ഈ എററുകൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നിങ്ങളതൊന്ന് ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് വരിക 8.6. ഇതന്നെ നമ്മളിപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ ചെയ്താൽ മതി കേട്ടോ. 8.6 പ്ലസ് ഓർ മൈനസ് 0.7 ഡിഗ്രി സെൽഷ്യസ് ആണ് വരിക. അങ്ങനെ തന്നെയല്ല വരികയെന്നൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ. ഇതേപോലെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ പ്രോബ്ലംസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ബാക്ക് അടിച്ച് കാണുക. കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്